ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ വിഷമത്തോടു കൂടിയാണ്, വളരെയധികം സങ്കടത്തോടു കൂടിയാണ്. ഇത്രയും സങ്കടം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളത്. അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഞാനൊരു വീട് പണിയാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എനിക്ക് സങ്കടം തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൈസ് നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ഇത് ഇൻറ്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുക വീടിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും വയറിങ്ങൊക്കെ ചെയ്യാനായിട്ട് വയറൊക്കെ മേടിച്ച് വെച്ച് നമ്മൾ വയറിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് പണിയൊക്കെ തീരാറായി വരുമായിരുന്നു വയറിങ്ങിൻ്റെ. അപ്പോൾ കുറച്ച് വയർ നമ്മൾ ഇവിടെയായിട്ട് സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ടൊരു 6-7 പാക്കറ്റ് ഉണ്ട്. അതായത് ഇതുപോലത്തെ ആർ കേബിളില്ലേ, അതിൻ്റെയാണ്. ഈ ആർ കേബിളിൻ്റെ ഒരു 5 പാക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം പൊട്ടിച്ചതായിരുന്നു, കുറച്ചെടുത്തിട്ടുണ്ട്. ബാക്കി 4 ഫുള്ളുണ്ടായിരുന്നു. അത് ഏതോ ഒരു നാറി ഇന്നലെ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി ഗൈസ്. മോഷ്ടിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഇവിടെ വന്നിട്ട്, ഇത് അടുക്കളവാതിൻ്റെ ഡോറാണേ, നമ്മൾ പുതിയ ഡോറൊന്നും ഉണ്ടാക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഡോറ് പണിയാൻ കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെ ഒരു താക്കോല് താഴിട്ട് നമ്മൾ പൂട്ടിയിട്ടുണ്ടായിരുന്നേ. ആ പൂട്ട് അവൻ എങ്ങനെ ഇവിടുന്ന് പുറത്തുനിന്ന് കമ്പിയിട്ട് കുത്തി പൊളിച്ചിട്ടാണ് ഇത് എടുത്തുകൊണ്ട് പോയേക്കുന്നത്. ഇത് കണ്ടോ, പാട് കണ്ടോ, കമ്പിയിട്ട് കുത്തി പൊളിച്ചതിൻ്റെ പാടാ. അവനത് കുത്തിപ്പൊളിച്ച് ഇതുവഴി കയറി വന്നിട്ട് നമ്മുടെ ടൈലൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ ടൈലൊന്നും അവൻ തൊട്ടിട്ടില്ല. മോട്ടർ ഇരിപ്പുണ്ടായിരുന്നു, മോട്ടറും എടുത്തിട്ടില്ല. ഈ മോട്ടറിനകത്തൊക്കെ ഇഷ്ടംപോലെ കോയിലൊക്കെ ഉള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടവർ നമ്മൾ പറയുന്നത്, ഇത് ഈ ചെമ്പ് കമ്പി തൂക്കി വിൽക്കുന്ന ഹെയർ ബാറുള്ള കുറേമാരുണ്ടല്ലോ, അവരാരെങ്കിലും ചെയ്തതായിരിക്കാം എന്നാണ് ആദ്യ നിഗമനത്തിലുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം അടിച്ചുകൊണ്ട് പോയേനെ. കണ്ടോ, അത് മൊത്തം എടുത്തുകൊണ്ട് പോയേനെ. പക്ഷേ അങ്ങനെ ഇത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരല്ല എന്ന് ഉള്ള നിഗമനത്തിൽ അപ്പോൾ നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോലീസിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിന് സഹിക്കുന്നില്ല ഗൈസ്. ഞാൻ ചോര നീരാക്കി പണിയെടുത്തുണ്ടാക്കി കാശ് കൊണ്ടുണ്ടാക്കി വീടായത്. ഈ സങ്കടം ഞാൻ എങ്ങനെ, നമ്മുടെ ഇലക്ട്രീഷ്യൻ ചേട്ടൻ തൊട്ടപ്പുറത്താണ് പുറയിലാണ് താമസിക്കുന്നത്. ആ ചേട്ടൻ രാവിലെ പല്ലിയൊക്കെ ഇറങ്ങിയപ്പോഴാണ് കണ്ടത് നമ്മുടെ ഡോറ് തുറന്ന് കിടക്കുന്നത്. അപ്പോഴേ പുള്ളി എന്നെ വിളിച്ച്, എന്നെയല്ല എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ ഇതുപോലെ വിഷമിക്കുന്ന കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഇതുപോലെ മോനെ നമ്മുടെ വീട്ടിൽ നിന്ന് മോഷണം പോയെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വയർ ഞാൻ ഇവിടെ വില കൂടുതലായത് കാരണം ഞാൻ തെങ്കാശിയിൽ നിന്ന് എടുത്തത്. അത് ഓർത്ത് നോക്കണം, എന്തുമാത്രം കഷ്ടപ്പെട്ട് നമ്മൾ അവിടെ പോയി പർച്ചേസ് ചെയ്തെടുത്തുകൊണ്ട് വന്നേ എന്ന്. അപ്പോൾ പലരും പറയുന്നത് ഇത് ഒരു മോഷ്ടാവ് ശരിക്കും നമുക്കിട്ട് പണിയാൻ വേണ്ടി പണിതാണ്, അല്ലാതെ ഈ ചെമ്പ് വിൽക്കുന്ന അങ്ങനെയുള്ള ഏർപ്പാടല്ല. പക്ഷേ അതേസമയം ഇവിടെ ഈ ഇൻറ്റീരിയർ ചെയ്യുന്ന, അതായത് നമ്മുടെ ചേട്ടന്മാരുടെയൊക്കെ പണി സാധനങ്ങൾ, അതായത് ഈ ഡ്രില്ലിംഗ് മെഷീന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് ഈ ബാഗിനകത്താക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുത്തിട്ടില്ല. പുള്ളി കറക്റ്റ് വന്ന് എടുത്തുകൊണ്ട് പോയേക്കുന്നത് ഈ വയർ മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ മോട്ടർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ ടൈലുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ സ്ലാബ്, ഇതൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ വയർ മാത്രം മോഷ്ടിച്ചു. കുട്ടൻസ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ധർമ്മസങ്കടത്തിലാണ്. എങ്ങനെയായിരിക്കും ഇനി പണി മുന്നോട്ട് പോകണം. കയ്യിലാണെങ്കിൽ പൈസ തീരെ കുറവാണ്. ഓക്കെ.